തിരുവനന്തപുരത്ത് മഴ വലിയ പ്രശ്നങ്ങൾ ഈ 2 ദിവസമായി ഉണ്ടാക്കിയിട്ടില്ല എങ്കിൽ പോലും മുതലപ്പുഴ അടക്കമുള്ള പ്രദേശങ്ങളിൽ മുതലപ്പുഴയിൽ അപകടമുണ്ടായി, മരണമുണ്ടായി. സംസ്ഥാനത്തുടനീളം 5 മരണമൊക്കെ ഇന്നലെ ഉണ്ടായിരുന്നു. പക്ഷെ തിരുവനന്തപുരം നഗരം പതിവ് പോലെ അത്ര പ്രശ്നമില്ല എന്ന് തോന്നുന്നു, അല്ലേ രാഹുൽ? രാവിലെ മഴ ഒഴിഞ്ഞു നിൽക്കുകയാണ്. ഇന്നലത്തേതുപോലെ തന്നെയാണ്. പുലർച്ചെ മഴയുണ്ടായിരുന്നു. എങ്കിലും ഉച്ചയ്ക്ക് ശേഷം നഗരം അത്തരത്തിൽ വെള്ളക്കെട്ടൊന്നും ഇല്ലാതിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ കാണുന്ന ജഗതിയിലെ കാരക്കാട് എന്ന് പറഞ്ഞ പ്രദേശം അങ്ങനെയല്ലായിരുന്നു എന്ന് നമ്മളോട് മറുപടി പറയും. കാരണം ഇന്നലെ ജിബിൻ ഉൾപ്പെടെയുള്ളവർ റിപ്പോർട്ട് ചെയ്തിരുന്നു. നമുക്കത് ഈ മതിലിലേക്ക് നോക്കിയാൽ അറിയാം ഇവിടെ എത്രമാത്രം വെള്ളം ഇന്നലെ ഉണ്ടായിരുന്നു എന്നാണ്. ആ വെള്ളം എത്രമാത്രം ഉണ്ടായിരുന്ന അളവ് നമുക്ക് ഈ മതിലിൽ നോക്കി കാണാൻ കഴിയും. അതായത് ഈ വീടിൻ്റെ എന്താ പറയുക, ഒരു കാൽഭാഗം പൊക്കത്തോളം വെള്ളം ഉണ്ടായിരുന്നു. തൊട്ട് ഇവിടെ കാണുന്നത് കിള്ളിയാറാണ്. കിള്ളിയാറിൻ്റെ ഇതൊരു ബണ്ടാണ്. ഈ ബണ്ടിനും അപ്പുറത്തേക്ക് വെള്ളം ഇന്നലെ ഉണ്ടായിരുന്നു. വെള്ളം ഇന്നലെ രാത്രി 1 മണിയോടുകൂടി വെള്ളം ഇറങ്ങിപ്പോയി. എങ്കിലും നോക്കൂ, ഈ റോഡ് മുഴുവൻ ചെളിയാണ്. റോഡിൽ മാത്രമല്ല, ഈ വീടുകളിൽ, സമീപത്തുള്ള വീടുകളിലെല്ലാം ചെളി നിറഞ്ഞിട്ടുണ്ട്. ആ വീട്ടുകാർ നമ്മളോടൊപ്പം ഉണ്ട്. അമ്മ, ഇന്നലെ എപ്പോഴാണ് വെള്ളം ഇറങ്ങിയത്? ഇന്നലെ 1 മണിക്കാണ് വെള്ളം ഇറങ്ങിയത്. 10:30 മണിക്കാണ് റോഡിൽ കയറിയത്. അതിനുശേഷം പിന്നെ വളരെ ബുദ്ധിമുട്ടായിരുന്നു. ഇവിടെ നിന്ന് ഇറങ്ങി രക്ഷപ്പെടാൻ പോലും വയ്യായിരുന്നു. ഞാനൊരു ഹാർട്ട് പേഷ്യൻ്റാണ്. 2 മാസം കൊണ്ട് ഗുളിക കഴിച്ച് നിൽക്കുന്നത്. ഈ പയ്യനും ഒരു സുഖമില്ലാത്തവരാണ്. പിന്നെ മാനസികമായിട്ടുള്ള കൊണ്ടുവന്ന റെക്കോർഡ് എല്ലാം 2 പേർക്കും ഉണ്ട്. ഒരു മനുഷ്യരില്ല. നമുക്ക് ചെളി ഇനി എന്ത് ചെയ്യും? ആരെങ്കിലും കൊണ്ട് വൃത്തിയാക്കാൻ പോലും എനിക്ക് നിവർത്തിയില്ല. അതുതന്നെയാണ് മോത്തി. നോക്കുക, ഈ പടിക്കെട്ടുകൾ തുടങ്ങി അങ്ങകത്തേക്ക് അമ്മ ഇവിടെ ചെറിയൊരു ചായക്കട നടത്തുകയാണ്. അങ്ങനെയാണ് ഉപജീവനം കണ്ടെത്തുന്നത്. ഈ വീടിനകത്തേക്ക് നോക്കി നമുക്കറിയാം ചെളി നിറഞ്ഞിരിക്കുകയാണ്. ഇത് വീടിൻ്റെ ഭാഗമാണ്. തൊട്ടിപ്പുറത്താണ്ട് കടയുണ്ട്. ആ കടയിലുള്ള ബെഞ്ചും സാധനങ്ങളും ഒക്കെ നശിക്കുന്ന രീതിയിലേക്ക് വലിയ മഴ ചെളി നിറഞ്ഞിരിക്കുകയാണ്. അത്തരത്തിൽ ഈ ബണ്ടിന് സമീപത്തുള്ള വീടുകളിലെല്ലാം ചെളിയാണ്. നമുക്ക് നിൽക്കാൻ പോലും കഴിയുന്നില്ല, അത്രമാത്രം ചെളി ഇവിടെ ഉണ്ട്. ആ കടയുടെ അവസ്ഥ കണ്ടാൽ അറിയാം. അമ്മയുടെ ഉപജീവനം കണ്ടെത്തുന്ന ഈ കടയിൽ നിന്നാണ്. ഈ കട തൊട്ട് പുറത്താണ് വീടിൻ്റെ. ഈ വീടിൻ്റെ കതവ് തുറന്നാൽ നമുക്ക് കാണാം വീട്ടിൽ ചെളി നിറഞ്ഞിരിക്കുകയാണ്. അത്തരത്തിൽ മഴയൊഴിഞ്ഞു, വെള്ളം പോയെങ്കിൽ പോലും നമ്മോട് ഈ അമ്മയും ഇദ്ദേഹവും ചോദിച്ചത് ഇത് വൃത്തിയാക്കാൻ ആരെങ്കിലും എത്തുമോ എന്നുള്ള ചോദ്യമാണ്. കാരണം അവരെ കൊണ്ട് ഇത് വൃത്തിയാക്കാൻ കഴിയില്ലെന്നാണ് പറയുന്നത്. അത്തരത്തിൽ നിലവിൽ ഇവിടെ നിന്ന് വെള്ളം ഒഴിഞ്ഞെങ്കിലും അതിൻ്റെ ഭാഗമായുള്ള പ്രശ്നങ്ങൾ നിലനിൽക്കുന്നുണ്ട്. മലയോര പ്രദേശങ്ങളിൽ പിന്നെ അരുവിക്കര ഡാമിലെ വെള്ളം തുറന്നു വിട്ടതുമൊക്കെ ഈ കിള്ളിയാർ നിറഞ്ഞ് ഒഴുകി പുറത്തേക്ക് വരാൻ കാരണമായി. അത്തരത്തിൽ ഇതുപോലുള്ള പല പ്രദേശങ്ങളും, നഗരത്തിൽ തന്നെ പല പ്രദേശങ്ങളിലും വെള്ളം നിറഞ്ഞ് ചെളി നിറഞ്ഞ് ഉള്ള പ്രശ്നങ്ങൾ നിലനിൽക്കുന്നുണ്ട് മോത്തി.